ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നിപ്പോൾ ഇതാണ് സംഭവം. ഇന്നാണെങ്കിൽ നല്ല റെഡ് കളറിൽ, റെഡല്ല ഒരു പിങ്ക് കളറിലാണ് കേട്ടോ ആകാശം മൊത്തം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയണത് മഴയായാലും വെയിലായാലും ഈവനിങ് ആയാലും നല്ല ഭംഗിയാണ്. ഇവിടെ ഇങ്ങനെ ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് മഴ കൊള്ളാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അതുപോലെ സൂര്യൻ കാണാൻ ഇന്ന് നല്ലൊരു പ്രത്യേക ഭംഗിയുണ്ട്. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ ഇന്ന് സിസ്റ്ററാണ് പറഞ്ഞത് ഇന്നിവിടെ വന്ന് നോക്കി നോക്ക്, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനൊക്കെ. ഈ സൈഡിൽ കണ്ടോ ഇങ്ങനെ ബ്ലറായി നിൽക്കണ പോലെ, പക്ഷെ അത് ഒറിജിനൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ലെയറായിട്ടാണ് നിൽക്കുന്നത്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഓറഞ്ച് കളറാണ് തോന്നുന്നത്, പക്ഷേ ശരിക്കും ഈ ഭാഗത്തൊരു പിങ്ക് കളറായിട്ടാണ് കാണുന്നത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു റെഡ് പോലെയുള്ളൊരു കളറ്. വീഡിയോയിൽ പക്ഷേ ഉണ്ട് കണ്ടോ. ഇപ്പം ശരിക്കും ഓരോ സമയത്ത് വീഡിയോസിൽ ഇങ്ങനെ കളർ വ്യത്യാസമായി വരുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ കാണുന്നത് എന്താണിത്? താഴത്തൂടെ ഇങ്ങനെ വണ്ടികൾ പോകുന്നുണ്ട്. നമ്മുടെ ബാൽക്കണി അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാൽക്കണിയിലുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ, പക്ഷേ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സൂപ്പർ വ്യൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വേറെ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ മഴയൊക്കെ ആയതുകൊണ്ട് ചൂടൊക്കെ പോയി സെറ്റായിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ ആയതിൻ്റെ സന്തോഷമാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്തൊരു വെയിലായിരുന്നു അല്ലേ. അപ്പോൾ ഇപ്രാവശ്യം നല്ല അടിപൊളി മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യൂ ഗൈസ്. പിന്നെന്താണെന്ന് വെച്ചാൽ എൻ്റെ ബാൽക്കണിയിലുള്ള ചെടികളാണ് കേട്ടോ. അത് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയ ചെടികളൊക്കെ ഒരു ചട്ടിയിൽ കൊടുന്ന് വെച്ചിരിക്കുകയാണ്. 2-3 ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം കൂടെ ഒരു ചട്ടിയിൽ വെച്ചിട്ട് പിന്നെ കുറച്ചുകൂടെ വലുതായതിന് ശേഷം വേറെ ചട്ടികൾക്ക് മാറ്റിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് ചെടികളൊക്കെ കിട്ടിയപ്പോൾ ഞാൻ കവറിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മണ്ണൊക്കെ മുന്നേ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ചെടി വാടാർമല്ലിയാണ് കേട്ടോ. വാടാർമല്ലി പറഞ്ഞാൽ ആ വയലറ്റ് ഒരു പൂവുണ്ടല്ലോ, അതാണ് വയലറ്റ്. ഇങ്ങനെ വാടാതെ നിൽക്കുന്ന ഫ്ലവറാണ് അത്. പിന്നെ ഈ കാണുന്നത് കഞ്ഞിക്കൂർക്കയാണ്. പിന്നെ മറ്റേത് ആ വയലറ്റ് ഫ്ലവർ ഉള്ളത് നമ്മുടെ നിത്യകല്യാണി, അതൊക്കെയാണ്. പിന്നെ ഈ കാണുന്നത് ഒരു ബ്രൗൺ കളറിലുള്ള ലീഫുള്ള ചെടിയാണ്. അത് പിന്നെ കുറച്ച് ഇങ്ങനെ വെള്ളം ഓവറായതിന് ശേഷം അതോണം അങ്ങനെ വാടിപ്പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ ഇങ്ങനെ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് സെറ്റാക്കാനുണ്ട്. ഇപ്പോൾ തൽക്കാലത്ത് ഞാനിങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ വെച്ചാൽ പിന്നെ ബാൽക്കണിയിൽ നിന്ന് മഴയൊക്കെ പെയ്യുമ്പോൾ അതിൻ്റെ ആ വെള്ളം തന്നെ ഇതിൽ തട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിപ്പോൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കേണ്ട കാര്യം ഉണ്ടാവാറില്ല. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗ് കാണാം ഗായ്സ്. ബൈ 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 ബൈ.